നീ എന്തിനാ ഇത്രയും ദേഷ്യപ്പെടുന്നേ? നിന്നെ പോലൊരു ഫ്രോഡിനെയാണല്ലോ ഞാൻ പ്രേമിച്ചത്. നിന്നെയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല. നിന്നോട് ആരടി എന്നെ പ്രേമിക്കാൻ പറഞ്ഞത്? ഞാൻ എന്നെങ്കിലും നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കുറച്ച് ഫ്രണ്ട്ലി ആയി നിന്നോട് പെരുമാറിയെന്നേ ഉള്ളൂ. അത് പ്രണയമായിട്ട് തെറ്റിദ്ധരിച്ചത് എന്റെ കുറ്റമല്ല. ഞാൻ ചിരിച്ച് സംസാരിച്ച പെൺകുട്ടികളെയൊക്കെ പ്രേമിക്കാൻ തുടങ്ങിയാലേ ആ സ്റ്റിച്ചിങ് യൂണിറ്റിലെ പകുതി പേരെയും ഞാൻ പ്രേമിക്കേണ്ടി വരും. അപ്പൊ നീ എന്റെ കൂടെ കോഫി ഷോപ്പിലും സിനിമയ്ക്കൊക്കെ വന്നതോ? അയ്യോ മോളെ, അതൊക്കെ വെറും ടൈം പാസ് അല്ലേ. ടൈം പാസോ? വിട്ടെ വിട്ടെ വിട്ടെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ നിന്നെ പ്രേമിക്കണം, അത്രയല്ലേ ഉള്ളൂ. ശരി, ബൈക്കിന് പുറകിലിരുത്തി കറങ്ങാനും കോഫി ഷോപ്പിലും സിനിമയ്ക്കും ഒക്കെ പോകുമ്പോ ബില്ലടയ്ക്കാനും ഒരാളെ എനിക്കും വേണം. പക്ഷേ നീ എന്റെ ജീവനാണ്, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എപ്പോഴാ നമ്മുടെ കല്യാണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പുറകെ നടക്കാൻ എന്നെ കിട്ടില്ല. മനസ്സിലായോ? പ്രേമവും കല്യാണം എന്നൊക്കെ പറഞ്ഞാ നിനക്ക് കോമഡി ആണല്ലേ? ഞാനിപ്പോ ചെറുപ്പമല്ലേ മോളെ, എനിക്കിപ്പോ എല്ലാം ടൈം പാസാ. എടാ ദുഷ്ട, നിനക്ക് വേണ്ടി ഞാൻ എന്റെ കുടുംബത്തോട് വരെ വഴക്കിട്ടു. നിന്നെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് വാശി പിടിച്ചു. എനിക്ക് ഇത് തന്നെ വേണം. അയ്യേ, വാശി പിടിച്ചത് നീയല്ലേ, അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഞാൻ ഹീറോ അല്ല, പക്ക വില്ലനാണെന്ന് മനസ്സിലായില്ലേ? ഇനി സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഞാൻ പോവാ, പക്ഷെ നിന്നെ കുറിച്ച് ഓർത്ത് എന്റെ ജീവിതം ഞാൻ പാഴാക്കുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. നല്ലൊരു പയ്യനെ നോക്കി കല്യാണം കഴിച്ച് നിന്റെ മുന്നിൽ ഞാൻ സന്തോഷത്തോടെ ജീവിച്ചു കാണിക്കും. 10 പെറ്റ് 100 കൊല്ലം സന്തോഷമായിട്ട് ജീവിക്ക്, നന്നായി വരും. നോക്കി പേടിപ്പിക്കാതെ പൊടി. പോടാ. പാവം. വായി നോക്കി. ഗ്രാമമാണെങ്കിലും ടൗൺ ആണെങ്കിലും ഇങ്ങനെ 4 എണ്ണം എല്ലായിടത്തും കാണും. ഇത് രാജുവട്ടം പറഞ്ഞ പെൺകുട്ടിയാണല്ലോ. ഹലോ ഹലോ, പുറകിന്നാണല്ലോ ശബ്ദം കേൾക്കുന്നത്. കേൾക്കുന്നില്ലേ? ഹലോ, ഇവനാണ് രാജുവേട്ടൻ പറഞ്ഞ പ്രിയദർശൻ. ഭഗവാനെ, ഇവൻ പ്രിയദർശനാവല്ലേ? ഹലോ ഹലോ, എത്തിയോ? ഇയാള് തന്നെയാ. ഹലോ, എന്താ ഒന്നും മിണ്ടാത്തെ? പാർവതി, ഹലോ. ഇട്ടിരിക്കുന്ന ഡ്രസ്സും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഈ കുട്ടി ഗ്രാമത്തിൽ നിന്ന് വന്നതുപോലുണ്ട്. പാർവതി ഇവള് തന്നെ ആയിരിക്കും. അല്ല, നിങ്ങളാണോ പാർവതി? അതെ, പ്രിയദർശൻ. ഞാന്. എല്ലാവരും ചുരുക്കി പ്രിയനെന്നാ വിളിക്കുന്നത്. പ്രിയൻ. ഫോണിൽ എന്താ മാന്യമായിട്ട് സംസാരിച്ചത്. രാജേട്ടനും ഇവനെ കുറിച്ച് എത്ര നല്ല അഭിപ്രായ പറഞ്ഞത്. താൻ എന്തായി ആലോചിക്കുന്നത്? പാടോ. ഇത്രയും വൈകിയ സ്ഥിതിക്ക് ഹോസ്റ്റലിൽ റൂം തരുമെന്ന് അറിയില്ല. ഇന്ന് രാത്രി എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും വീട്ടില് താമസം ശരിയാക്കാം. രാവിലെ ആവുമ്പോ ഹോസ്റ്റലിൽ ചേർക്കാം. ഓക്കെ? അവിടെ തന്നെ നിൽക്കുകയാണോ? എന്തു പറ്റി? എന്താ ഇവിടെ തന്നെ നിന്നളഞ്ഞത്? എന്നെ ഇന്ന് തന്നെ ഹോസ്റ്റലിലാക്കിയാ മതി. നാട്ടും പുറത്തുനിന്ന് വരുന്ന പെൺകുട്ടികൾക്ക് സിറ്റിയിലെ ആളുകളെ വിശ്വാസം കാണില്ല. സാരമില്ല, ഞാൻ ഹോസ്റ്റലിൽ തന്നെ കൊണ്ടാക്കാം. ആ ബാഗ് തരും, ഞാൻ എടുത്തോളാം. എന്നാ വാ. കേറ്. ഈ ബൈക്കിലാണോ പോകുന്നത്? ആ അതെ. അതൊന്നും ശരിയാവില്ല, ഓട്ടോ പിടിച്ചു പോവാം. ഓട്ടോ? അപ്പൊ എന്റെ ഈ ബൈക്ക് എന്ത് ചെയ്യും? ഓട്ടോയുടെ പിന്നിൽ കെട്ടിയിടുവോ? അതൊന്നും എനിക്കറിയില്ല. ഇതൊരു നടക്കി പോകും തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓട്ടോക്കാരന് അഡ്രസ് കൊടുത്ത് കുട്ടിയെ ഒറ്റയ്ക്ക് ഹോസ്റ്റലിലേക്ക് അയക്കാം. കുട്ടി സ്വയം അഡ്മിഷൻ എടുത്താൽ മതി. അത് മതി. പാതിരാത്രി ഒരു പരിചയമില്ലാത്ത ഓട്ടോക്കാരന്റെ കൂടെ പോവാൻ ഒരു മടിയുമില്ല. പക്ഷെ രാജുവേട്ടൻ പരിചയപ്പെടുത്തിയ എന്റെ കൂടെ ബൈക്കിൽ വരാൻ വിശ്വാസം ഇല്ലല്ലേ?
തന്നെ നന്നായി പരിചയപ്പെട്ടതുകൊണ്ടാ കൂടെ വരാൻ പേടിയാവുന്നത്. ഹലോ, ഇത്രയും ആലോചിക്കാൻ മാത്രം എന്താ ഉള്ളേ? കുട്ടി ഓട്ടോയിലോ ബസ്സിലോ എങ്ങനെ വേണമെങ്കിലും വന്നോ. ഞാൻ രാജുവേട്ടനെ ഫോണിൽ വിളിച്ച് കാര്യം പറയാം. അദ്ദേഹം സമ്മതിച്ച എനിക്കൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ അത് എന്റെ തലയിലാവും. അയ്യോ വേണ്ട, ഞാനിതിൽ തന്നെ വരാം. ശരി, കേർ. പോ. ഹലോ ഹലോ, ഓട്ടോ ഓട്ടോ. എങ്ങോട്ടാ പോണ്ട മാഡം? ആ ബൈക്കിന് ഫോളോ ചെയ്താൽ മതി. ആയിക്കോട്ടെ. ഏത് ബൈക്ക്? ബൈക്ക് പോയ വഴി എനിക്കറിയാം, ഓ, ഞാൻ ശരി. കാണിച്ചു തരാം കേറി. കേട്ടോ. സോറി. വണ്ടി നിർത്ത്. എന്തിനാ വണ്ടി നിർത്താൻ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടും. വേണ്ട വേണ്ട വേണ്ട, ഞാൻ വണ്ടി നിർത്താം. നിർത്താൻ. എന്താ കാര്യം? തനിക്ക് ശരിക്കും വണ്ടി ഓടിക്കാൻ അറിയോ? പിന്നെ ഇതുവരെ ഓടിച്ചത് നീയാണോ? ദുരുദ്ദേശത്തോടെ പല തവണ താൻ ബ്രേക്ക് പിടിച്ച് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലേ തന്റെ മനസ്സിൽ വെച്ചാ മതി. ഞാൻ തന്റെ കൂടെ വരുന്നില്ല. റോഡിൽ ഈ ഗട്ടറും സ്പീഡ് ബ്രേക്കറൊക്കെ ഉള്ളതിന് ഞാൻ എന്ത് ചെയ്യാനാ? സൂക്ഷിച്ച് പതുക്കെ വണ്ടി ഓടിക്കണം. അതിന് കണ്ണ് റോഡിലാണെങ്കിലല്ലേ. ശരി, ദേഷ്യപ്പെടണ്ട. ഇനി സൂക്ഷിച്ച് പതുക്കെ വണ്ടി ഓടിക്കൂ. പോരെ? കേറ്. ഒന്ന് വിശ്വസിക്ക് പ്ലീസ്. കേറ്. പോ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്ക് കഴിക്കാം. എനിക്കിപ്പോ ഒന്നും വേണ്ട. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നേ. രാവിലെ ജോലിക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു കുട്ടിയാ. ഒരാളെ പോലും പരിചയമില്ലാത്തൊരു ടൗണിലേക്ക് അവൾ പോയത്. ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ആർക്കെങ്കിലും അവളുടെ കൂടെ ഒന്ന് പോകായിരുന്നു. അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവൾക്ക് സ്വന്തം കാര്യം നോക്കാനുള്ള മിടുക്കൊക്കെ ഉണ്ട്. ഫോണിന്റെ ചാർജ് വല്ലതും തീർന്നു പോയി കാണും. കുറച്ചു കഴിഞ്ഞ് അവള് തന്നെ ഇങ്ങോട്ട് വിളിച്ചോളും. രാവിലെ മുതൽ ഒന്നും കഴിക്കാതെ നിൽക്കുമല്ലേ? വാ അച്ഛനും വാ. പ്ലേറ്റ് കണ്ടാൽ പാറുവിന് ഭക്ഷണം ഊട്ടിക്കൊടുത്തതാണ് ഓർമ്മ വരുന്നത്. അവൾ ഭദ്രമായി തിരുവനന്തപുരത്തെത്തിയോ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടിയൊന്നും അറിയാതെ ഞാൻ എങ്ങനെ സമാധാനത്തോടെ കഴിക്കുമ്പോളെ?